പ്രിയപ്പെട്ടവരെ, യുദ്ധത്തിൻ്റെ 14-ാം ദിവസമായി ഇന്ന് സംഭവിച്ച ചില ചിന്തോദ്ദീപകങ്ങളായ കാര്യങ്ങൾ, പരസ്പര വിരുദ്ധമെന്ന് തോന്നാവുന്ന ചില വിഷയങ്ങൾ, അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇല്ലാത്ത കാശ് ഒപ്പിച്ച് നാട്ടിലേക്ക് എങ്ങനെയെങ്കിലും പോകാൻ വേണ്ടി അത്യാവശ്യക്കാരായ രോഗികളടക്കമുള്ള നിരവധി ആളുകൾ കയറിയ ഒരു സ്പൈസ് ജെറ്റ് വിമാനം ഇന്ന് വെളുപ്പിന് ഇവിടെ ദുബായ് എയർപോർട്ടിൽ നിന്ന് 1 മണിക്കൂർ വൈകി പുറപ്പെട്ടു. മുംബൈയിലെത്തിയിട്ട് അവിടെ നിന്ന് കൊച്ചിയിലാക്കി കൊടുക്കാം വേറെ ഫ്ലൈറ്റിൽ എന്ന് പറഞ്ഞാണ് പോയത്. പക്ഷേ ടെക്നിക്കൽ ഡാമേജ് എന്ന് പറഞ്ഞിട്ട് മുംബൈയിൽ ഇറക്കാൻ പറ്റിയിട്ടില്ല, അഹമ്മദാബാദിലും പറ്റിയിട്ടില്ല, പിന്നെ സൂററ്റ് എയർപോർട്ടിൽ ഇറക്കി. അത് കുഴപ്പമൊന്നുമില്ല. ടെക്നിക്കൽ തകരാറ് വന്നാൽ എവിടെയെങ്കിലും സുരക്ഷിതമായിട്ട് എമർജൻസി ലാൻഡിങ് ചെയ്യേണ്ടത് നല്ല കാര്യമാണ്. പക്ഷേ ഇറക്കിയിട്ട് രാവിലെ 6 മണിക്ക് സൂററ്റിൽ ഇറങ്ങിയ വിമാനം ഉച്ചയ്ക്ക് 12:30 1 മണിയാവുന്നതുവരെയും വിമാനത്തിനകത്ത് തന്നെ ആളുകളെ ഇരുത്തിയിട്ട് കൃത്യമായിട്ട് ഒരു മറുപടിയും കൊടുക്കാതെ വിമാന കമ്പനി പെരുമാറി എന്നുള്ള പ്രതിഷേധം നമ്മുടെ യാത്രക്കാർ സഹോദരങ്ങൾ നമ്മളെ അറിയിച്ചിരിക്കുകയാണ്. വളരെ ബുദ്ധിമുട്ടി അത്യാവശ്യക്കാരാണ് ആ വിമാനത്തിലുണ്ടായിരുന്നത്. ഒന്നുകിൽ അവരോട് പറയാമായിരുന്നു, നിങ്ങൾക്ക് ഇവിടെ നിന്ന് സൂററ്റിൽ നിന്ന് ഞങ്ങൾ ചാർട്ടേഡ് ബസ്സിൽ മുംബൈ എയർപോർട്ടിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് പിന്നെ താമസിപ്പിച്ചിട്ട് നിങ്ങളെ കൊച്ചിയിൽ എത്തിക്കാം. ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ കൊടുത്തില്ല. ഏതായാലും പിന്നീട് ആളുകൾ ബഹളം വെച്ചു. സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പരാതി പറയാൻ തുടങ്ങിയപ്പോൾ അവർക്ക് ബസ് അറേഞ്ച് ചെയ്തിട്ടിപ്പോൾ മുംബൈയിൽ എത്തിച്ചിരിക്കുന്നു എന്നുള്ള രൂപത്തിലാണ് ഒടുവിൽ കിട്ടിയ റിപ്പോർട്ട് വരുന്നത്. ഇനി നാളെ വൈകുന്നേരം, ഇന്നിപ്പോൾ താമസിപ്പിച്ചിട്ട് നാളെ വൈകുന്നേരം നാട്ടിലേക്ക് എത്തിക്കും എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ തന്നെ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും വന്നിട്ട് ഇങ്ങനെയാണ് സംഭവങ്ങൾ, ഇതാണ് ചെയ്യാൻ പോകുന്നത്, ഇതാണ് ഓപ്ഷൻസ് എന്ന് പറയാവുന്ന രീതിയിലേക്ക് വിമാന കമ്പനികളുടെ മാനേജ്മെൻറ്റുകൾ എന്ന് വളരും എന്ന ചോദ്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് അനുഭവസ്ഥരായി ദുരന്തങ്ങൾ ഏറ്റുവാങ്ങുന്ന സാധാരണ യാത്രക്കാർ നമ്മോട് ചോദിക്കുന്നത്. നമുക്കിനി മറ്റ് അന്താരാഷ്ട്ര കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ പരസ്പര വിരുദ്ധങ്ങളായ ചില കാര്യങ്ങൾ മുന്നോട്ട് വരികയാണെന്ന്. യുദ്ധത്തിൻ്റെ എല്ലാ ദുരന്ത മുഖങ്ങളും ഏറ്റുവാങ്ങുന്നെന്ന് പറയപ്പെടുന്ന ഇറാനിലെ അവസ്ഥ, എന്നാൽ ഇറാൻ പറയുന്ന കണക്കനുസരിച്ച് ഇസ്രയേലിലെ അവസ്ഥ, ഇത് രണ്ടും നമ്മളൊന്ന് പരിശോധിക്കുക. ടെൽ അവീവിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ ഹെസ്ബുള്ളയും ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡും ചേർന്ന് ആക്രമണം നടത്തിയിട്ട് പതിപ്പിച്ച മിസൈലുകൾ, പിടിപ്പിച്ച തീ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്നു, അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന റിപ്പോർട്ടാണ് ഒടുവിലും പുറത്തു വരുന്നത്, അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്നത്. അതിന് മറ്റൊരു വശമായി ഇതുവരെ സംഭവിക്കാത്തൊരു കാര്യം, 6 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടെന്ന വാർത്ത വരികയാണ്. ഇറാഖിൽ വെച്ച് റീഫ്യൂവലിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്ക് മേൽ ഇറാൻ്റെയും ഹെസ്ബുള്ളയുടെയും മിസൈലുകൾ പതിച്ചു എന്നാണ് പറയുന്നത്. 4 പേർ അപ്പോൾ തന്നെ മരിച്ചു. ഒരു വിമാനത്തിലുണ്ടായിരുന്ന 4 ക്രൂ അംഗങ്ങൾ, 2 പേരെ അപ്പോൾ തന്നെ കാണാതായി എന്ന റിപ്പോർട്ട് വന്നു. 2ാമത്തെ വിമാനത്തിൻ്റെ വാലിൽ തീപിടിച്ചെന്നും അതെങ്ങനെയെങ്കിലും കൊണ്ടുപോയി ബെൻ ഗുറിയോൺ എയർപോർട്ടിൽ ഇസ്രായേലിൽ ലാൻഡ് ചെയ്യിപ്പിച്ചെന്നും റിപ്പോർട്ടുണ്ട്. അതിലാർക്കും പരുക്ക് പറ്റിയിട്ടില്ല. എന്നാൽ ആദ്യത്തെ വിമാനത്തിലുണ്ടായിരുന്ന 6 പേരും മരിച്ചു പോയെന്നാണ് ഒടുവിൽ കിട്ടിയ റിപ്പോർട്ടിൽ പറയുന്നത്. ആദ്യം 4 പേർ മരിച്ചു എന്നാണ് റിപ്പോർട്ട് വന്നിരുന്നത്. പക്ഷേ അങ്ങനെയല്ല, 6 പേരും കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് പറയുന്നത്. ഇറാഖിലെ എർബിൽ ഭാഗത്ത് ഒരു ഫ്രഞ്ച് പട്ടാളക്കാരനെയും ഇറാനി സേന കൊലപ്പെടുത്തിയെന്ന റിപ്പോർട്ടും വരികയാണ്. അവിടെ അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും സഖ്യശക്തികളാണല്ലോ ഇറാഖിനെ നിയന്ത്രിച്ചുകൊണ്ട് പ്രതിരോധ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് മേലാണ് ആക്രമണം നടത്തിയതെന്നാണ് പറയപ്പെടുന്നത്. ഇതിനിടയിൽ ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന ഒരു അറിയിപ്പുണ്ട്. UK ടൈഫൂൺ എന്ന് പറയുന്ന പ്രത്യേകതരം യുദ്ധവിമാനങ്ങൾ അത് ഗൾഫ് മേഖലയിലും എയർ ഡിഫൻസ് ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് റോന്ത് ചുറ്റുന്നുണ്ട് എന്ന കാര്യവും അവർ അറിയിച്ചിട്ടുണ്ട്. ഇറാഖിലും ഇസ്രയേലിലും ഇന്നുണ്ടായ സംഭവവികാസങ്ങൾ, ഇറാൻ നടത്തിയ അതിശക്തമായിരിക്കുന്ന ആക്രമണങ്ങൾ, അതിനെ മുൻനിർത്തിക്കൊണ്ടാകണം അമേരിക്കയിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ടെന്ന് പുറത്തു വരുന്ന കാര്യങ്ങൾ കൂടി, പ്രത്യേകിച്ച് 5 കാര്യങ്ങൾ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഒന്നാമത്തെ പോയിന്റ്, എന്ന് തീരുമെന്ന് ചോദിക്കുമ്പോൾ തോന്നുന്ന സമയത്ത് എപ്പോഴാണോ ശരി എന്ന് തോന്നുന്നത് ആ സമയം അങ്ങ് നിർത്തും എന്നാണ് പറഞ്ഞത്. അതിനുവേണ്ടി ട്രംപ് പറഞ്ഞിരിക്കുന്ന ഒരു ഇംഗ്ലീഷ് യൂസേജ് ഉണ്ട്. ആ വേർഡിങ്സ് ഇങ്ങനെയാണ്, വെൻ ഐ ഫീൽ ഇറ്റ് ഇൻ മൈ ബോൺസ് എന്നാണ്. എനിക്ക് എപ്പോഴാണോ എൻ്റെ ബോൺ, എൻ്റെ എല്ലിൽ തോന്നുന്നത് എന്നുള്ള അർത്ഥത്തിലല്ല, അതൊരു ആശയപരമായിട്ട് അതിൻ്റെ അർത്ഥം എപ്പോഴാണോ ശരിക്കും റൈറ്റ് ടൈം എന്ന് തോന്നുന്നത് അപ്പോഴങ്ങ് നിർത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ട്രംപ് പറഞ്ഞ 2ാമത്തെ കാര്യം, സുപ്രീം കമാൻഡർ മുജ്തബ, അദ്ദേഹത്തിന് ആക്രമണത്തിൽ കാര്യമായ പരിക്ക് പറ്റിയെന്നും മുഖത്തിൻ്റെ ഷേപ്പൊക്കെ മാറിപ്പോയെന്നും എവിടെയോ ജീവിച്ചിരിപ്പുണ്ടാവാം എന്നും പറയുകയാണ്. വ്യക്തമായിട്ടുള്ള വിവരമില്ല എന്ന രൂപത്തിൽ ഒരു വിജയ പ്രതീക്ഷയോടുകൂടിയാണ് ട്രംപ് ഇക്കാര്യം സംസാരിക്കുന്നത്. 3ാമത്തെ കാര്യം, ഹോർമൂസ് കടലിടുക്കിലൂടെ എണ്ണ ടാങ്കറുകൾ കടന്നു പോകുമ്പോൾ അമേരിക്കയുടെ പടക്കപ്പലുകൾ എസ്കോർട്ട് പോകും.
നാലാമത്തെ കാര്യമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഇറാനുമേൽ ഇതുവരെ നടത്തിയതല്ല ആക്രമണം, വരുന്ന ആഴ്ചയിൽ നടത്താനിരിക്കുന്നതാണ് അതിശക്തമായ ആക്രമണം. അതിന് ചേർത്ത് നിൽക്കാൻ ഇറാന് പറ്റില്ല. മാത്രമല്ല, ഇനി എത്രയെങ്കിലും വർഷങ്ങളെടുത്താലും റീബിൽഡ് ചെയ്യാനും പറ്റാത്ത വിധം ഇറാനെ നശിപ്പിച്ചിരിക്കും എന്നാണ് ട്രംപ് പറയുന്നത്. അഞ്ചാമത്തെ കാര്യം, ഗൾഫിലെ അമേരിക്കയുടെ സഖ്യകക്ഷി രാജ്യങ്ങളുമായി ട്രംപ് സംസാരിച്ചു. അവർ അവരുടെ ജോലി നന്നായി കൈകാര്യം ചെയ്യുന്നുണ്ട് എന്ന കാര്യം അറിയിച്ചിട്ടുണ്ടെന്നും ട്രംപ് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇങ്ങനെയുള്ള 5 കാര്യങ്ങളെന്ന് പറയാൻ കാരണമായി വന്നിരിക്കുന്നത്, ഇറാൻ ഇസ്രായേലിനെതിരെയും ഇറാഖിലെ US UK സൈനികർക്കെതിരെയും നടത്തിയിരിക്കുന്ന ആക്രമണം ഒരുപടി മുന്നിലേക്ക് പോയോ എന്ന സംശയം ലോകവ്യാപകമായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ മുന്നോട്ട് വച്ചപ്പോൾ അതിൻ്റെ മറുപടിയായിട്ടാണ് ഇങ്ങനെ ട്രംപ് പ്രതികരിച്ചിരിക്കുന്നതെന്നും മറ്റു ചില നിരീക്ഷണ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുകയാണ്. അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇറാൻ്റെ നിലവിലുള്ള മിസൈലുകളൊക്കെ അമേരിക്ക നശിപ്പിച്ചു. ഇനി മിസൈലുകൾ നിർമ്മിക്കാനുള്ള സാഹചര്യം പോലും ഇറാനിലില്ല എന്നതാണ് അവസ്ഥ. നേതാവ് തന്നെ രൂപാന്തരത്വം പ്രാപിച്ചുകൊണ്ട് എവിടെയോ കഴിയുകയാണ്. ജീവനുണ്ട് എന്ന് മാത്രമാണ്, അദ്ദേഹത്തിന് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന രൂപത്തിലാണ് പീറ്റ് ഇന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചിരിക്കുന്നത്. എന്നാൽ ഈ പറഞ്ഞതിൽ നിന്നൊക്കെ വിപരീതമായിട്ട് ഇന്ന് ടെഹ്റാനിൽ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത വിധമുള്ള 10,000 തെരുവിലിറങ്ങി പങ്കെടുത്തുകൊണ്ട് മൊജ്തബ ഖാമിനിയുടെ ഫോട്ടോയും വെച്ചുകൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ജനങ്ങൾ നടത്തിയ റാലി, ആ റാലിക്ക് മേലെയും സ്ഫോടനങ്ങൾ നടന്നു, സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു, തീകത്തലുണ്ടായി എന്ന രൂപത്തിലുള്ള റിപ്പോർട്ടുകളും വരികയാണ്. ഇതിനിടെ ഇറാൻ്റെ പ്രസിഡന്റ് പെസസ്കിയാൻ പറയുന്നത്, ഞങ്ങളുടെ രാജ്യത്തെ വിഭജിക്കാൻ വേണ്ടിയാണ് അമേരിക്കയും ഇസ്രായേലും ശ്രമിക്കുന്നത്, ഒരു കാരണവശാലും അങ്ങനെ ഡിസൻറ്റഗ്രേറ്റ് ചെയ്യാൻ അനുവദിക്കില്ല, അതാണ് ഇറാനി ജനത എന്ന അർത്ഥത്തിൽ അദ്ദേഹം അണികൾക്ക് ആവേശം കൊടുക്കുന്ന പ്രസംഗം നടത്തുകയും ചെയ്തു. ഇനി ഇതാ കഴിഞ്ഞ ഒരു വ്യാഴവട്ടക്കാലത്തിനിടയിലെ ഏറ്റവും സംഭവബഹുലമായ ഒരു കാര്യം ഇന്ന് ഈ മാർച്ച് 13 നടന്നിരിക്കുകയാണ്. റഷ്യയുടെ എണ്ണ അത്യാവശ്യക്കാർക്ക് വാങ്ങാം, ഉപരോധമൊന്നും തൽക്കാലം 1 മാസത്തേക്കില്ല എന്ന് അമേരിക്ക പ്രഖ്യാപിച്ച് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഉപരോധത്തിൽ അയവ് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം സംശയം നമ്മൾ ഇന്ത്യക്കാർ ചോദിക്കണം. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നവരാണ്. അത് നിർത്തിയില്ലെങ്കിൽ 50% താരിഫ് ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾക്ക് മേൽ അമേരിക്ക ഏർപ്പാടാക്കും. അങ്ങനെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് വരാതാക്കും, ആളുകൾ വാങ്ങാതാക്കും എന്ന് പറഞ്ഞ സാഹചര്യത്തെ ഇപ്പോൾ എങ്ങനെ കാണുന്നു? ഹോർമൂസ് കടലിടുക്കിനെ, അതിൻ്റെ പ്രവർത്തന രീതിയെ, അവിടെ ഇറാൻ്റെ ഇടപെടലിനെ, ഇറാൻ്റെ സ്വാധീനത്തെ, ഇറാൻ്റെ ശക്തിയെ ഒക്കെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു പോയി അമേരിക്ക എന്ന് പറഞ്ഞുകൊണ്ട് പെൻറ്റഗണും നാഷണൽ സെക്യൂരിറ്റി കൗൺസിലും ഇന്ന് പ്രഖ്യാപനം ഇറക്കിയിരിക്കുകയാണ്. വിചാരിച്ചതുപോലല്ല, ഇറാൻ്റെ സ്വാധീനത്തിൽ കഴിയുന്ന ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പലുകൾക്ക് പോകാൻ പറ്റില്ല എന്ന കാര്യം ബോധ്യമായി. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഈ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയിട്ട് വേണമായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ വിലക്കയറ്റം ഉണ്ടാകുമായിരുന്നില്ല, ഇങ്ങനെ എണ്ണ തടസ്സപ്പെടുമായിരുന്നില്ല. ഇപ്പം $100 ഒരു ബാരലിന് കഴിഞ്ഞു പോകുന്ന സാഹചര്യത്തിൽ, ലോകം മുഴുവനും എണ്ണയ്ക്ക് വേണ്ടി പരക്കം പായുന്ന സാഹചര്യത്തിൽ റഷ്യയുടെ എണ്ണയും വേണമെങ്കിൽ വാങ്ങാം എന്ന രൂപത്തിൽ 1 മാസത്തേക്ക് ആ എംബാർഗോ, ആ ഉപരോധത്തെ ഒന്ന് മാറ്റിക്കൊടുക്കുന്ന രീതിയിലേക്ക് വന്നത് നയതന്ത്രപരമായൊരു പരാജയമാണോ എന്നാണ് വിശകലന വിദഗ്ധന്മാർ സംശയിക്കുന്നത്. ഒരു വ്യാഴവട്ടക്കാലം കഴിഞ്ഞ 12 വർഷത്തെ കാര്യം പറഞ്ഞല്ലോ. G7 രാജ്യങ്ങൾ എന്നൊരു വൻശക്തിയുണ്ട്. അമേരിക്കയും കാനഡയും UK-യും ഫ്രാൻസും ഇറ്റലിയും ജർമ്മനിയും ജപ്പാനും ചേരുന്ന 7 രാജ്യങ്ങൾ, സപ്തകക്ഷികൾ. ഈ G7 രാജ്യങ്ങളാണ് ലോകത്തിൻ്റെ മൊത്തം GDP-യുടെ 45% കൈവശം വച്ചിരിക്കുന്ന 7 കക്ഷികൾ. നേരത്തെ റഷ്യ അതിനകത്തുണ്ടായിരുന്നാണല്ലോ. പണ്ട് നമ്മൾ പഠിച്ചത് G8 എന്നായിരുന്നു, ഗ്രേറ്റ് G8. പിന്നെ അത് മാറി, റഷ്യ ഒഴിവാക്കി 2014. ഉക്രൈൻ്റെ ഭാഗമായിട്ടുള്ള ക്രിമിയയെ ഇങ്ങോട്ട് റഷ്യയോട് കൂട്ടിച്ചേർത്തു എന്ന് അപരാധം ചെയ്തതിൻ്റെ പേരിലാണ് റഷ്യയെ പുറത്താക്കിയതും പിന്നെ G7 ആയിട്ട് മാറിയതും. അതിനുശേഷമാണല്ലോ G7-ഉം റഷ്യയും തമ്മിൽ ഇങ്ങനെ എന്നും പ്രശ്നത്തിലായി മാറിക്കൊണ്ടിരിക്കുന്ന പ്രഖ്യാപനങ്ങൾ പുറത്തു വരുന്നത്. ഇപ്പോൾ മാർച്ച് 13 എന്ത് സംഭവിച്ചു? അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും മുന്നിൽ ഇറാൻ എന്നൊരു പൊതുശത്രു വന്ന് നിൽക്കുമ്പോൾ ഉക്രൈൻ്റെ കാര്യം മറന്നുകൊണ്ട് റഷ്യയെ സഹായിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഈ ഒരു മാസത്തെ ഉത്തരവ് വഴി $1000 കോടി ഫണ്ട് റഷ്യയ്ക്ക് കിട്ടും എന്ന് വിശകലന വിദഗ്ധർ പറയുന്നു. അവർ മാത്രമല്ല,
ഉക്രൈൻ്റെ പ്രസിഡന്റ് സെലൻസ്കിയും പറഞ്ഞു, ഈ $1000 കോടി നിങ്ങളെല്ലാവരും ചേർന്ന് റഷ്യക്കിപ്പോൾ എണ്ണ വാങ്ങാൻ വേണ്ടി കൊടുക്കുമ്പോൾ അത് ഞങ്ങൾക്കെതിരെയുള്ള യുദ്ധത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, നിങ്ങൾക്ക് ഓർമ്മ വേണം എന്ന് പറഞ്ഞുകൊണ്ട് സെലൻസ്കി ഇന്ന് ഫ്രാൻസിൻ്റെ തലസ്ഥാനമായ പാരീസിലെത്തി അവിടുത്തെ പ്രസിഡന്റ് മാക്രോണിനെ കണ്ട് ഇക്കാര്യങ്ങൾ പറഞ്ഞു. മാക്രോണും ഇക്കാര്യങ്ങൾ ശരിവെക്കുകയാണ്. കൂട്ടത്തിൽ ഇസ്രയേലിൽ നിന്നൊരു പ്രഖ്യാപനം UAEയിൽ കഴിയുന്ന ഇസ്രയേലി പൗരന്മാർ ശ്രദ്ധിക്കാൻ വേണ്ടി പുറത്തു വന്നിട്ടുണ്ട്. ഇസ്രയേലി പൗരന്മാരുടെ ഐഡൻറ്റിറ്റി വെളിവാക്കുന്ന വിധത്തിൽ പൊതുവായിട്ടുള്ള ചടങ്ങുകളിലോ പബ്ലിക് ഗ്യാതറിങ്ങിലോ പോയി പങ്കെടുക്കരുത്, ഞാൻ ഇസ്രയേലിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോയി നിൽക്കുന്ന ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കരുത്. പരമാവധി ഓഫീസുകളിൽ പോകാതെ വർക്ക് ചെയ്യാൻ വേണ്ടി നോക്കുക, ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതെ ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്യുക. ഇങ്ങനെയുള്ള കുറേ നിർദ്ദേശങ്ങൾ ഒരു അഡ്വൈസറി പോലെ ഇസ്രയേൽ ഇന്ന് അവരുടെ പൗരന്മാർക്ക് വേണ്ടി UAEയിൽ കഴിയുന്നവർക്ക് വേണ്ടി നൽകിയിരിക്കുകയാണ്. UAE ഇന്നും 7 മിസൈലുകളും 27 ഡ്രോണുകളും പ്രതിരോധിച്ചു. മൊത്തത്തിൽ ഇതുവരെയുള്ള കണക്കനുസരിച്ച് 141 പേർക്കാണ് പരുക്ക് പറ്റിയിരിക്കുന്നത്, 6 മരണവും. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് ഡ്രോണുകളുടെയും മിസൈലുകളുടെയും എണ്ണം കുറവായിരുന്നു എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധേയമാണ്. മാർച്ച് 1 മുതൽ 12 വരെയുള്ള നിർണായകമായ 12 ദിവസങ്ങളുടെ കണക്ക് നോക്കുമ്പോൾ ഏതാണ്ട് 14 ലക്ഷം ആളുകളെ UAEയിലെ എയർപോർട്ടുകളിൽ നിന്ന് അവരവരുടെ നാടുകളിലേക്ക് കയറ്റി അയക്കാൻ പറ്റി എന്നുള്ള വലിയ കണക്കും പുറത്തു വരികയാണ്. ഇതിനിടയിൽ വിഷമമുണ്ടാക്കുന്നൊരു കാര്യം കൂടി ഇന്ന് വെളുപ്പിനുണ്ടായത്, ഒമാനിലെ സൊഹാർ ഭാഗത്ത് ഡ്രോൺ വീണിട്ട് 2 ഇന്ത്യക്കാർ മരണമടഞ്ഞു, നിരവധി ഇന്ത്യക്കാർക്ക് പരുക്ക് പറ്റി എന്നുള്ള റിപ്പോർട്ട് വന്നതാണ്. ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ആദരാഞ്ജലികൾ ഇക്കാര്യത്തിൽ അർപ്പിച്ചിട്ടുണ്ട്. ഇതിനിടെ കത്തിക്കൊണ്ടിരിക്കുന്ന ലെബനോൻ ബെയ്റൂട്ട്, അവിടെ എയർ ഡ്രോപ്പിലൂടെ ഇന്ന് ഇസ്രയേൽ നടത്തിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ലീഫ്ലെറ്റുകൾ ആളുകൾ പേടിച്ചിട്ട് ബോംബാണോ എന്ന് പറഞ്ഞ് ഓടി മറയാൻ നോക്കുമ്പോഴാണ് കടലാസ് വന്ന് വീഴുന്നത്. അത് വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഹെസ്ബുള്ളയ്ക്കെതിരെ പ്രതിരോധം തീർക്കാൻ ജനങ്ങളെ മുന്നോട്ട് വരണം, അല്ലെങ്കിൽ പ്രശ്നമാണ് എന്നാണ് ഇസ്രയേൽ അതിലൂടെ പറഞ്ഞിരിക്കുന്നത്. കാരണം ഇന്നും ഇന്നലെയുമായിട്ട് ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡിൻ്റെ ഭാഗത്തു നിന്നും സംയുക്തമായിട്ട് ടെൽ അവീവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട്, ഇസ്രയേലിലെ എയർപോർട്ടുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അതിശക്തമായ ആക്രമണം നടന്നിരിക്കുന്നു എന്നുള്ള വാസ്തവത്തിന് പിന്നാലെയാണ് ഇന്നിങ്ങനെ ഒരു എയർ ഡ്രോപ്പിലൂടെ ലീഫ്ലെറ്റുകൾ വിതരണം ചെയ്തുകൊണ്ട് ഹിസ്ബുള്ളയ്ക്കെതിരെ അണിനിരക്കാൻ ജനങ്ങളെ അഭിസംബോധന ചെയ്തിരിക്കുന്നത് ഇസ്രയേൽ. യുദ്ധം 14 ദിവസം പിന്നിടുമ്പോൾ, ലോകം മുഴുവനും അതിൻ്റെ അസ്വസ്ഥതയിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ചേരികൾ വീണ്ടും വീണ്ടും ഉണ്ടാകുമോ എന്ന ഭയത്തിൽ ലോകം കഴിയുമ്പോൾ UAE ചെയ്തിരിക്കുന്നൊരു കാര്യം എല്ലാവർക്കും അഭിമാനകരവും ആശ്വാസകരവുമായി മാറിയത് നമ്മളൊന്ന് മനസ്സിലാക്കണം. വിലക്കയറ്റത്തെക്കുറിച്ച് ആദ്യ ദിവസങ്ങളിൽ വന്ന പരാതികൾ പരമാവധി കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. സൂപ്പർ മാർക്കറ്റുകളിൽ, ഹൈപ്പർ മാർക്കറ്റുകളിൽ, ഗ്രോസറികളിൽ വരെ വിലക്കുറവ് എന്ന് പറയാറായിട്ടില്ലെങ്കിലും ആ ഒരു വില തുല്യത, സമീകൃതമായിട്ടുള്ള വില നിലവാരം വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതികഠിനമായ വിലയിലേക്ക് പ്രവേശിക്കേണ്ട ഘട്ടത്തിൽ നിയമം മൂലവും അതുപോലെ തന്നെ സാധനങ്ങളുടെ ലഭ്യത കൊണ്ടും കൊടുക്കുന്ന ആത്മവിശ്വാസം കൊണ്ടും ജനങ്ങൾക്ക് ഊർജം പകർന്നുകൊണ്ട് ഒരു പ്രശ്നവും വരില്ല, ഇവിടെ ഒരു ഗവൺമെൻറ് ഉണ്ട്, ഭരണാധികാരികളുണ്ട്, സ്വദേശികളെയും പ്രവാസികളെയും ഒരുപോലെ നോക്കുന്ന കണ്ണുകളുണ്ട്, അങ്ങനെയുള്ള ഹൃദയമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയ ആത്മവിശ്വാസമാണ് ഈ വിലക്കുറവിനും അല്പം സമാധാനത്തിനും കാരണമായി മാറുന്നത് എന്ന കാര്യം കൂടി ഞങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് സമാധാനത്തിൻ്റെ ദിനരാത്രങ്ങൾ പിറക്കട്ടെ എന്ന് ഈ റമദാൻ്റെ അവസാനത്തെ 10 കടന്നു പോകുന്ന രാത്രികളിൽ പ്രത്യേക പ്രാർത്ഥനയോടുകൂടി ദുബായ് വാർത്തയുടെ ഇന്നത്തെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി. Night Updates supported by Hashim Hypermarket, Kalyan Jewellers, Lulu, Partha Signature Abu Shagara Sharjah, Arin Bakers, eLessons.net, Fira Foods, Dhanvantari Ayurveda, Al-Suud Cargo, Gold Star Rent-A-Car, Dr. Rasina's Ayurvedic Clinic, Ain Golden Diamonds, Choco World, Vintage Lux Real Estate, Deal Price, India GCC Business Lounge.